പ്രിയമുള്ളവരെ, ഞങ്ങൾ ആന്ധ്രയില് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് എല്ലാ ആചാരങ്ങൾ അനുസരിച്ച് അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ പിതാവ് യേശു കർത്താവിന് പറഞ്ഞ കേവലം വിദേശികളുടെ ഒരു ദൈവം അത് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിന് അറിയുമായിരുന്നു. എൻ്റെ പിതാവ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ആ കുടുംബം എല്ലാവരും നല്ല ഉദ്യോഗസ്ഥരായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരായതുകൊണ്ട് അവർക്ക് നല്ല ബഹുമാനവും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നവരിന് കണ്ടാലും യേശുവിനെ കുറിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ മീറ്റിംഗ്സ് നടന്നാലും എൻ്റെ പിതാവ് അതിന് വളരെ വ്യതിരേകമുള്ള ഒരു വ്യക്തിയായിരുന്നു. യേശുവിനെ കുറിച്ചോ ഈ മീറ്റിംഗ്സ് നടക്കുമ്പോൾ കേൾക്കുമ്പോഴോ ഇതുപോലെ ഇരുട്ടിൽ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞ് ഇരുട്ടിൽ പാത്ത് നിന്നുകൊണ്ട് അനേക പാസ്റ്റർമാരെ ഉപദ്രവിച്ച് അവരെ വരക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഇന്ന് ഇങ്ങനത്തെ മീറ്റിംഗ്സ് വെച്ച നിന്നെ ഞാൻ കാണുവാന് അനേക പ്രാവശ്യം വാർണിംഗ് കൊടുത്ത് അനേക ദൈവദാസന്മാരെ ഉപദ്രവിച്ച ഒരു പിതാവായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതത്തിൽ താൻ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു. അതേ സമയത്ത് എൻ്റെ മാതാവ് ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. എൻ്റെ മാതാവ് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുമ്പോൾ എന്നും രാവിലെ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെ ആയിരുന്നു: എല്ലാവരും യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, അവിടുത്തെ അഴുപ്പിൻ്റെരാൾ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ യേശുവിന്റെ ശരീരം മുഴുവൻ രക്തം ഒഴുകിക്കൊണ്ട് വൂൺസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പിക്ചറാണ് എൻ്റെ മാതാവ് കാണുമായിരുന്നു. എന്തിനാ ഈ മുറിവേറ്റ് ഈ മനുഷ്യന്റെ മുമ്പിൽ നിന്നിവരെല്ലാം സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കുന്നു? എൻ്റെ അമ്മക്കൊന്നും അറിയില്ല. അവർ കൂടെ കൈകുപ്പി നിൽക്കുന്നത് മാത്രം എൻ്റെ മാതാവിന് അറിയുമായിരുന്നു. ഇവിടെ എൻ്റെ പിതാവ് യേശുവിന് വേണ്ടി നിൽക്കാതെ ഇഷ്ടപ്പെടാതെ അതിന് വ്യതിരേകിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോൾ ഒരു ദിവസം താൻ വളരെ ഭീകരമായ ഒരു രോഗത്തിന് അടിമയായിരുന്നു. ആ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാന് ഒരു വൈദ്യനോ ഒരു ട്രീറ്റ്മെന്റിനോ ഒരു മന്ത്രത്തിനോ ഒരു തന്ത്രത്തിനോ ഒരു തീർത്ഥയാത്രയ്ക്കോ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. സങ്കീർത്തനങ്ങൾ 34:5 ഇങ്ങനെ പറയുന്നു. ദൈവം വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചോ പോയതുമില്ല. ആമേൻ. അവങ്കിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമാകൂ, അവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്ന് എഴുതിയിരിക്കുന്നല്ലോ. എൻ്റെ പിതാവ് യേശു എന്ന ദൈവത്തിലേക്ക് നോക്കുവാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ലോകത്തിൽ എവിടെ എനിക്ക് ഈ ഇരുട്ടിൽ നിന്ന് അല്ലെ ഈ രോഗമെന്ന ഈ അന്ധകാരത്തിൽ നിന്ന് വിടുതലുണ്ടാവാന് വൈദ്യരെ ആശ്രയിച്ചു മന്ത്രത്തിന് തന്ത്രത്തിന് അനേക വിധമായ ക്ഷുദ്രപൂജകള് അനേക വിധമായ വിച്ച് ക്രാഫ്റ്റ്സിന് അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു സൗഖ്യം വന്നില്ല. അതുമാത്രമല്ല, അവർ കയറാത്ത മലകളില്ല, അവർ അന്വേഷിക്കാത്ത ദൈവമില്ല. അവര് ആരാധിക്കുന്ന അനേക കോടികൾ ദൈവങ്ങളുണ്ടല്ലോ, അതിന് പേര് ചൊല്ലി വിളിച്ചാലോ ഒരു ദൈവത്തിന് തന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കൾ കൈവിട്ടു. ഈ മനുഷ്യന് സൗഖ്യമാകുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, ഉള്ള പണം മുഴുവൻ നമ്മള് ചെലവാക്കുന്നല്ലോ, എന്നാൽ ഈ മനുഷ്യന് സൗഖ്യമാകുന്നില്ല. അവർ വിഷമിക്കുവാൻ ഇടയായിരുന്നു. എൻ്റെ പിതാവ് ദിനം ഒരു അസ്ഥി കൂടാരം പോലെ എല്ലുകൾ കണ്ടുകൊണ്ട് തന്റെ ശരീരത്തെ വണങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ ഇടയായി. എൻ്റെ മാതാവ് യഥാവിധി ഹോസ്പിറ്റലിൽ പോയി ആ ക്രൂശിന്റെ മുമ്പിൽ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അവർ കൂടെ നിന്നു. ദൈവമേ, എൻ്റെ ഭർത്താവിന് സൗഖ്യമാക്കണമെന്ന് താനും പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. പക്ഷേ യേശു ആരാണ്, എന്തിനാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അറിയത്തില്ല. ഇവിടെ എൻ്റെ പിതാവിന് മാതാപിതാക്കൾ അവർ നല്ല പണം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തു? ആന്ധ്രയിലെ വരണ്ടാലോ മരിക്കാനായില്ല ഉള്ള വ്യക്തികളെ ഇങ്ങനെ കടത്തിവിടൂ. അങ്ങനെ കടത്തി വെച്ചിട്ട് അവർ എപ്പോഴാ മരിക്കൂ എന്ന് നോക്കിയിരിക്കുന്ന ഒരു അവസരം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എൻ്റെ പിതാവിന് ആ വെള്ളം അമ്മ വന്ന് കോരി കൊടുത്താൽ മാത്രമേ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ പിതാവ് എത്തിച്ചേർന്നു. ആ സമയത്ത് വീട്ടിലെല്ലാവരും നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല, ഇവനെ മരിക്കുവനെ ഒരു സൈഡിൽ ആക്കി മരണത്തിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ എൻ്റെ പിതാവ് അന്ന് ഒരു പകൽ സമയമാണ്. തനിക്ക് യേശു അറിയില്ല. ഒരു മതത്തിൽ അല്ലെ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരു മതവിഭാഗം അറിയില്ല. യേശുവിന്റെ ആ ട്രിനിറ്റി അല്ലെ ത്രിയത്വം അല്ലെ നമ്മൾ
അതൊന്നും ഈ ബൈബിളിനെ കുറിച്ച് ഒരു വാക്കോ ഒരു ചിന്തയോ ഒന്നും അറിയാത്ത എൻ്റെ പിതാവിന് ഒരു ദർശനമുണ്ടായി. ഒരു വചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20-ാം വചനം. യേശുവോ 10-ാം അധ്യായത്തിന്റെ 20-ാം വചനം. യേശുവോ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. എന്നെ അന്വേഷിക്കാത്തവരെ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. സ്തോത്രം. ഈ വചനം എന്റെ പിതാവിന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ അവസ്ഥ ഏതായാലും യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചില്ലേലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദർശനത്തെ നൽകി അല്ലെ സംസാരിച്ച് നിങ്ങളെ സ്നേഹിക്കുവാനോ വിളിക്കുന്ന ഒരു ദൈവമാണ് ഈ യേശു കർത്താവ്. എന്റെ പിതാവ് മരണക്കടപ്പയിലായിരിക്കുമ്പോൾ താൻ പട്ടപ്പകല് ഇനി ഞാൻ മരിക്കുവാൻ ചിന്തിക്കുമ്പോൾ ഇതാ ഒരു ദർശനം തന്റെ മുമ്പിൽ പ്രത്യക്ഷമായി. താൻ ഉറങ്ങുന്നില്ല, താൻ സ്വപ്നം കാണുന്നില്ല, തനിക്ക് നന്നായി അറിയാം താൻ ഒരു ദർശനം കാണുന്നതിന്. ഇതുപോലെ ദൈവദാസന്മാരിരിക്കുന്ന ഇതുപോലെ ഒരു വെളിച്ച സ്ഥലത്തെ 3 സിംഹാസനങ്ങള് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. 3 സിംഹാസനങ്ങളിലും 3 വ്യക്തികൾ അവിടെ ഇരിക്കുന്നു. ഒരു വ്യക്തി വൃദ്ധനായ മനുഷ്യന് തല മുഴുവൻ നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ കാണുന്നു. ഒരു വ്യക്തി യവനക്കാരനായ ഒരു മനുഷ്യന് അടുത്ത 3ാമത്തെ കസേരയിൽ ഇരിക്കുന്നു. ഒരു വെളിച്ചം ഒരു വ്യക്തി രൂപത്തിലുണ്ട്, പക്ഷേ മനുഷ്യനായി കാണുന്നില്ല. ഈ 3 പേരെ താൻ കാണുന്നു. കാണുമ്പോൾ ഇതാ 2 ദൂതന്മാര് തന്നെ കരം പിടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഹാജരാക്കി. ഹല്ലേലൂയ. ഹാജരാക്കിയപ്പോ ആ വൃദ്ധനായ മനുഷ്യന് പറഞ്ഞ് എഴുന്നേറ്റ് പുസ്തകം കൊണ്ടുവരാനും പറഞ്ഞ് ഒരു ദൂതൻ പോയി ഒരു വലിയ പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകം തുറന്നപ്പോ എന്റെ പിതാവിന്റെ പേര് രാമകൃഷ്ണ വരപ്രസാദ് റാവു. ഈ പേര് റെഡ് പെൻ കൊണ്ട് റൗണ്ട് ചുറ്റി അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഉടനെ ആ പിതാവായ മനുഷ്യന് പറഞ്ഞ് ഇവന് മഹാപാപിയ, ഇവൻ തീ പൈകത്ത് തള്ളിവിട്, ഇവൻ ഇവിടെ നിൽക്കുവാൻ അർഹനല്ല എന്ന് താൻ കൽപ്പിക്കുവാനിടയായി. ഉടൻ തന്നെ അടുത്ത കസേരയിൽ ഇരിക്കുന്ന യവനക്കാരനായ മനുഷ്യന് പറഞ്ഞ് ഇല്ല പിതാവേ, ഇവനക്ക് വേണ്ടി ഞാൻ മരിച്ചു, ഇവനക്ക് വേണ്ടി ഞാൻ എന്റെ രക്തം അവസാനത്തുള്ളവർ ഞാൻ ഒഴിച്ച് മരിച്ച് ഇവനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനം അർപ്പിച്ചു. ഇവനെ കുറിച്ച് എനിക്ക് വലിയ പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേട്ട ഉടനെ അടുത്ത കസേരയിലുള്ള ആ വെളിച്ചം പോലെ ഉള്ളവന് ആ രൂപം എന്റെ പിതാവിന് തൊടുവാനിടയായിരുന്നു. അപ്പൊ എന്റെ പിതാവ് മരണക്കടപ്പയിലായിരുന്നു. ആ ദൂതന്മാർ കയ്യിൽ നിന്ന് താൻ തന്റെ കട്ടിലേക്ക് ഒരു അനുഭവം താൻ അനുഭവിച്ചു. ഉടൻ തന്നെ അമ്മ വന്ന് എഴുന്നേപ്പിച്ച് സ്പൂണ് കൊണ്ട് തന്റെ വായിലോട്ട് വെള്ളം കൊടുത്താൽ മാത്രം കുടിക്കുന്ന എന്റെ പിതാവ് എഴുന്നേറ്റ് മുട്ടയിൽ വീണു. ആ സ്തുതി സ്തുതി, എനിക്കറിയത്തില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പാപിയാ, ഞാൻ പാപിയാ, ഇതാരാ എനിക്കറിയില്ല, സ്തുതി സ്തുതി എന്ന് പറയുന്നതായിട്ട് എന്റെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞു ഒന്ന് നോക്കുവാനിടയായിരുന്നു. അമ്മ കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്ത് സംഭവിച്ചു? ആരാ എഴുന്നേപ്പിച്ചു? ആരാ ഈ ബലം തന്നെ? എനിക്കറിയില്ല. എനിക്ക് വേണ്ടി മരിച്ച ഒരു വ്യക്തി, എനിക്ക് വേണ്ടി രക്തം ഒഴിച്ച ഒരു വ്യക്തി, ആരാധി. അമ്മ അവിടെ എന്നും സ്ഥിരം കാണുന്ന ഒരു പിക്ചറാണ് കാൽവരി ക്രൂശിൽ യേശു കർത്താവ് രക്തം ധാരമായി തൻ്റെ ശരീരത്തിൽ ഒഴിച്ച് മരിച്ച് തൂങ്ങി നിൽക്കുന്ന ക്രൂശിന്റെ പടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഉടനെ പറഞ്ഞ് ഇത് വേറെ ആരുമില്ല, ഞാൻ എന്നും ഹോസ്പിറ്റലിൽ കാണുന്ന ആ യേശു ആയിരിക്കും. സ്തോത്രം. ഉടൻ തന്നെ അന്ന നമുക്കൊരു കാര്യം ചെയ്യാം. ഈ യേശുവിനെ ആരാധിക്കുന്ന സഭയല്ല അടുത്തുള്ളത്. ആ പാസ്റ്റർ ഞാൻ അനേക പ്രാവശ്യം അടിച്ചല്ലോ, ആ പാസ്റ്റർ അടുത്ത് നമുക്ക് പോകാം. അമ്മ പറഞ്ഞ് അവരെ നമ്മളെ അംഗീകരിക്കുകയില്ല. അനേക പ്രാവശ്യം നമ്മൾ ഉപദ്രവിച്ചു, അനേക പ്രാവശ്യം അവരെ ചീത്ത പറഞ്ഞല്ലോ, അവർ മീറ്റിങ്ങുകളെ പലപ്പോഴും നമ്മൾ അതിന് എതിർ നിന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പറയട്ടെ, ആ പാസ്റ്റർ അടുത്ത് എൻ്റെ അമ്മ എൻ്റെ പിതാവിന് കരം പിടിച്ചു കൊണ്ടുപോകുവാനിടയായിരുന്നു. ചെന്ന ഉടനെ പാസ്റ്റർ ചിന്തിച്ചു, ഈ മനുഷ്യൻ ഇനി പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുവാനോ അല്ല എന്നെ അടിക്കുവാനോ ഉപദ്രവിക്കുവാനോ എന്ന് ചിന്തിക്കുമ്പോൾ ഉടനെ എൻ്റെ പിതാവ് കണ്ണുനീരോടെ ആ ദൈവദാസിന്റെ കാലിൽ പിടിക്കുവാനിടയായി.
സ്തോത്രം. ആ ദൈവദാസന് പ്രാർത്ഥിച്ചപ്പോ താൻ ശക്തനായി എഴുന്നേറ്റ് താൻ മനസ്സിലാക്കി യേശുവാണ് തന്നെ സൗഖ്യമാക്കി എന്നെ. ഹല്ലേലൂയ. ദർശനത്തെ ദൈവം കാണിച്ചെന്റെ പിതാവിനെ ആകർഷിച്ച സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ. നമ്മള് യേശുവിനെ അറിയത്തില്ലെങ്കിൽ ജീവിക്കുന്ന ദൈവമാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ അടുത്ത് എന്റെ പിതാവ് വന്നപ്പോ ആ ദൈവദാസനെ തുടർന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കുറച്ചു നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവാലോചന എന്റെ പിതാവിനുണ്ടായി. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, ഈ വേദവചനമായി നീ വീട്ടിൽ നിന്ന് സുവിശേഷമായി പോകണമെന്ന്. സ്തോത്രം. അങ്ങനെ ഉള്ളപ്പോ എന്റെ പിതാവ് പറഞ്ഞു, ഇന്നോന്നോ ഒരിക്കലും യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്റെ വീട്ടില് ഞങ്ങൾ അടിക്ക് ഉപദ്രവിക്കുന്നു. ഇപ്പം തന്നെ ചർച്ചക്ക് വന്നതിന് വളരെ പീഡനം ഞങ്ങൾ അനുഭവിക്കുന്നു, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ്, ഇല്ല, ഇത് ദൈവം കൽപ്പിച്ചതാ, അത് ചെയ്താലേ മതിയാവുന്നു. എന്റെ പിതാവ് സബ് ഇൻസ്പെക്ടർ പോലീസിൽ പോകുവാനും എല്ലാം റെഡിയായിരിക്കുമ്പോൾ, അമ്മ ജോലിയില് BSc നഴ്സിംഗ് ആയി നിൽക്കുമ്പോൾ ദൈവാലോചന ഒരു വചനത്തിലൂടെ ദൈവം സംസാരിച്ചത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ, യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം 9-10 വചനങ്ങൾ. നീ എൻ്റെ ദാസൻ, ഞാൻ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായ ലോവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഈ വചനം എന്റെ പിതാവിന് ലഭിച്ചത് എപ്പോഴാണെന്നറിയാമോ? എന്റെ മാതാപിതാക്കളിൽ ഉടുത്തു തുണുകൊണ്ട് അവർ പേരൻസ് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ യേശു നമ്മുടെ ദൈവമല്ല, ഇത് താഴ്ന്ന ജാതികാരുടെ മതമാ. ഈ യേശു നമുക്കുള്ളതല്ല, ഇത് വിദേശികളുടെ മതമാ, വിദേശികളുടെ ദൈവമാ. ഇത് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നു, ഇത് നീ എന്തിനാ ആരാധിക്കുന്നു, ഇതിന്റെ ആവശ്യം നമുക്കില്ല. നീ അങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഉടുത്തു തുണികൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞ ഒരു കൽപ്പന കൽപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളാണ്, അവർക്ക് ഏക മകനായി നിൽക്കുന്നു. ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട്, നെൽകൃഷികളാണ്, തെങ്ങും തോട്ടങ്ങളാണ്, ഇഷ്ടംപോലെ എൻ്റെ പിതാവിന് ലഭിക്കേണ്ടതാണ്. അവർ പറഞ്ഞ്, ഒരു ചില്ല പൈസ പോലെ ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല, യു ക്യാൻ ഗെറ്റ് ഔട്ട് ഫ്രം അവർ ഹൗസ് എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. രണ്ടുപേരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ, പിതാവെ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറഞ്ഞപ്പോ യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 9-10 വചനങ്ങളുടെ മുഖാന്തരം ദൈവം സംസാരിച്ചപ്പോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നടത്തുവാൻ ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ എന്റെ പിതാവിന് ദൈവം ഇറക്കി. ഹല്ലേലൂയ. അവർ ആന്ധ്രാപ്രദേശിൽ ദൈവം കാണിച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞ അനേക മന്ത്രവാദികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവം പറഞ്ഞ്, ഈ ഗ്രാമത്തേക്ക് പോയി നീ സുവിശേഷം അറിയിപ്പിക്കണമെന്ന്. എൻ്റെ മാതാപിതാക്കൾ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അമ്മനെ അവിടെ ആക്കിയിട്ട് പിതാവിനെ ജയിലിലാക്കൂ, അവിടെ നല്ല ഉപദ്രവിക്കൂ, അമ്മ തന്നെ ആ ഗ്രാമത്തിലായിരിക്കൂ, ഗ്രാമക്കാർ ഒരു ഷെൽട്ടർ പോലെ തരുവാൻ അനുവദിക്കുകയില്ല. വളരെ പീഡനം, വളരെ വേദനയിലൂടെ അവർ കടലിൽ പോകുവാൻ ഇടയായിരുന്നു. അങ്ങനെയുള്ള സമയത്തിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് യേശു ആരാൻ അറിയത്തില്ല. മന്ത്രം കൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് പലവിധമായ രീതിയിലോ വെളിച്ചു അന്വേഷിച്ച് ഇരുട്ടിൽ നടക്കുന്ന വ്യക്തികളെ അടുത്ത് ദൈവം അയച്ചപ്പോ അവർ അവിടെ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ഒരു വ്യക്തി വളരെ രോഗത്തോടെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ വ്യക്തിനെ കുറിച്ച് പ്രാർത്ഥിക്കുവാനോ ഒരു സഹോദരന്റെ പിതാവിന് വിളിക്കുവാൻ ഇടയായിരുന്നു. ആ മനുഷ്യന് ഏകദേശം മരിക്കുന്ന അവസ്ഥയ്ക്ക് കടന്നു പോയപ്പോ എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും അവിടെ പോയി പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ആ മരണക്കടപ്പിൽ നിന്ന് ആ വ്യക്തി സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ആ ഗ്രാമക്കാർ ചിന്തിച്ചു, ഈ മനുഷ്യന് ദൈവമുണ്ടല്ലോ, ഈ മനുഷ്യന് സേവിക്കുന്നത് സത്യ ദൈവമല്ലോ, ഈ മനുഷ്യന് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തർ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ആ ഗ്രാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഷെൽട്ടർ തരുവാനും ദൈവം സഹായിച്ചു. ആ ഷെൽട്ടർ എന്താണെന്നറിയാമോ? അവർ വീടുകളിൽ സ്ഥലം കൊടുക്കുവാനോ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ സമ്മതിച്ചില്ല. ആരെങ്കിലും അവർക്ക് സ്ഥലം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്ന് പറയുവാനിടയായി. അത് കാരണം അവർ പറഞ്ഞ്, പാസ്റ്ററെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം, ഇതാ ഞങ്ങളുടെ കൗ ഷെഡ് ഉണ്ട്, ഞങ്ങളുടെ കന്നാലികള്
താമസിക്കാനും പറയുവാനിടയായി. സന്തോഷത്തോടെ ഒരു ജോഡി വസ്ത്രം മറു ജോഡി അവർ ഉടുക്കുവാനില്ല. അതേ വസ്ത്രം കൊണ്ട് അവർ നടക്കും. വേറെ ആരെങ്കിലും ആഹാരം തന്നെ തിന്നു. ഇങ്ങനെ നടക്കുമ്പോൾ ആ കന്നാലിക്കൂടുകളിൽ അവർ താമസിച്ചുകൊണ്ട് ആ ആടുകള് മൂത്രം കൊടുക്കുമ്പോൾ തന്റെ ശരീരം നനഞ്ഞ് കുളിച്ചിരിക്കുന്ന അവസ്ഥകളിൽ അവർ പലപ്പോഴും പോയിട്ടുണ്ട്. കൊതുകുകൾ കൊണ്ട് കഴിയേറ്റി ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് പിറ്റേ ദിവസം അവിടെ വേറൊരു ഗ്രാമത്തേക്ക് ഇങ്ങനെ ഹരിക്കെല്ലാം കയ്യിലെ പിടിച്ച്, റോഡുകളില്ല, അവിടെ സൗകര്യങ്ങളില്ല, മണ്ണ് മുട്ട് വരുന്ന മഴക്കാലമായിട്ട് വെയിലാകട്ടെ നടന്ന് അനേക ഗ്രാമങ്ങൾക്ക് യേശുവിനെ പ്രകടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറയുന്ന ഈ സുവിശേഷ മുഖാന്തരം അനേക ആയിരങ്ങൾ അവിടെ യേശു കർത്താവിനെ ഹല്ലേലൂയ അറിയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേകർ സൗഖ്യം പ്രാപിച്ചു. അനേകർ സത്യ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഇടയാക്കി. അനേകർ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, ക്ഷുദ്രപൂജകളിൽ നിന്ന്, മന്ത്രവാദത്തിൽ നിന്ന് ദൈവം വിടുവിച്ച്. ഹല്ലേലൂയ. ആന്ധ്രാപ്രദേശിൽ അനേക ഗ്രാമങ്ങളിൽ എൻ്റെ പിതാവിന് ദൈവം ശക്തമായി ഉപയോഗിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ 4 മക്കളായിരുന്നു. 4 മക്കളായപ്പോൾ ആ അമ്മയ്ക്ക് ആരും സഹായിപ്പാനില്ല. എന്നാൽ ദൈവം ആരോഗ്യപരമായ പ്രസവം നൽകി. 4 മക്കളെ ദൈവം തന്നപ്പോ എൻ്റെ പിതാവ് ചിന്തിച്ചു, 3 പെൺമക്കളല്ലേ, 4ാമത് മകന് ആണല്ലോ, അവനെ മാത്രം ദൈവദാസനാക്കണമെന്നോർത്ത് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അനിയൻ പെട്ടെന്ന് ഒരു അപ്പൻഡിസൈറ്റിസ് പെയിൻ വന്നു. താൻ മരിക്കുവാനിടയായി. കാരണം അവിടെ ഹോസ്പിറ്റൽസ് സൗകര്യമില്ല. താൻ പ്രാർത്ഥിച്ച് താൻ സുവിശേഷ വേലയ്ക്ക് ദൂരസ്ഥലത്ത് പോയി വരുമ്പോഴത്തേക്ക് സഹായിപ്പാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ആ പെയിൻ കൂടി ആ ഇൻറ്റസ്റ്റൈൻ പൊട്ടി താൻ മരിക്കുവാനിടയായി. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു പോയ ഒരു അനുഭവത്തിലേക്ക്, നിരാശയിലേക്ക് പോയി. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് തന്നെ ഈ ആൺമക്കനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഞാൻ സമർപ്പിച്ചല്ലോ, ഇനി ഞാൻ എങ്ങനെ ഈ സുവിശേഷ വേല തുടർച്ച് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ്, നിനക്ക് നൽകിയിരിക്കുന്ന 3 പെൺമക്കളെ മിഷണറിമാരാക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഞങ്ങൾ 3 പേരെ ചുട്ടുയർത്തി എല്ലാ കുടുംബ പ്രാർത്ഥന തലേ കൈവച്ച്, കർത്താവേ, ഞാൻ പോകാത്ത ദേശത്ത് ഈ സത്യ സുവിശേഷമായി എൻ്റെ മക്കൾ പോകണം. ഞാൻ പറയാത്ത ഭാഷയിൽ, ഞാൻ പറയാത്ത ആ ഭാഷയിൽ ഈ സത്യ സുവിശേഷം എൻ്റെ മക്കൾ പറയണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കുഞ്ഞുനാള് തൊട്ട് എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ച അനുഭവം എനിക്കറിയാം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് സ്വത്ത് സമ്പത്തുകളൊന്നുമില്ല മക്കളെ, ഞാൻ ഇതാ വലിയ സ്വത്ത് നിനക്ക് നൽകുന്നു. നീ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ നീ മുട്ടേലിരുന്ന് പ്രാർത്ഥിക്കും. നിനക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ വചനം വായിക്കും. ഇതാണ് വലിയ സ്വത്ത്. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പനാളിലെ ഞങ്ങൾക്ക് ബൈബിൾ വാങ്ങി ഞങ്ങൾക്ക് നൽകി. അത് വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം പഠിപ്പിച്ചു. ഒരു മിഷണറി മൈൻഡ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ 3 പേര് കർത്താവിന്റെ വേലയിൽ ഇന്ന് ഞങ്ങൾ വിവിധ സ്റ്റേറ്റുകളിൽ സുവിശേഷ വേലയായി, കുടുംബങ്ങളായി ഈ സത്യവേദ പുസ്തകമായി നിൽക്കുവാൻ ദൈവം കൃപ നൽകി. ഞാനിവിടെ ആയിരുന്നത് എൻ്റെ മിടുക്കാലെ എൻ്റെ ജ്ഞാനമോ ഒന്നുമല്ല, കേവലം ഞാൻ ഈ വിശുദ്ധ വേദ പുസ്തകത്തെ വിശ്വസിച്ചു, ഈ സത്യവചനം വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം ജീവിക്കുന്നു. യേശു ഉയർത്തി എഴുന്നേറ്റിന്നും ജീവിക്കുന്നു. ആ യേശുവിന്റെ ശക്തി അനുഭവിപ്പാനാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കേരളത്തിലേക്ക് കടന്നു വരുവാനും ഇത്രത്തോളം ഈ മലയാളം സംസാരിക്കുവാനും ഈ ഭാഷ പഠിച്ച് ഈ ഇവിടെയുള്ള ശ്രേഷ്ഠരായ ദൈവമക്കളോടൊപ്പം നിൽക്കുവാൻ എനിക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനും ഞാൻ പോകാത്തത് ഈ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ മാത്രമാണ്. ഹല്ലേലൂയ. ഇടുക്കി ടു ത്രിവേന്ദ്രം, കോട്ടയം, എറണാകുളം, അനേക ദേശത്ത് വിദേശത്ത് ഓൺലൈനിലോ കൂടെ ഈ സാക്ഷ്യം പറയുവാനും വചനം പ്രസംഗിക്കാനും ദൈവം അനുദിനം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. തീർന്നില്ല. എൻ്റെ പിതാവിൻ്റെ ആ വിളി, തെരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുപ്പ് കാരണം അവര് ഈ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അനേക സുവിശേഷത്തിലേക്ക് അയച്ച് അനേക ദൈവദാസന്മാരിനെ പ്രിപ്പയർ ചെയ്തു. ആന്ധ്രയിൽ ഇപ്പോ ആയിരങ്ങളെ കൂടി വന്ന് ആരാധിക്കുന്ന നല്ല സഭകൾ അവിടെ സ്ഥാപിക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. അത് മാത്രമല്ല, എന്റെ പിതാവ് 2021 കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. തന്റെ മരണവും കൂടെ ഒരു സുവിശേഷം അറിയിപ്പിച്ച് മരിച്ച ഒരു ദൈവദാസനായി എന്റെ പിതാവായി തീർന്നതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താൻ ഒരു രാത്രികാലം വളരെ വേദനയോടെ ചില അസ്വസ്ഥതകൾ പറഞ്ഞ് എനിക്ക് അല്പം അസ്വസ്ഥതയുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കർണാടകയിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. കോവിഡ് കാരണം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. താൻ പറഞ്ഞ്, മതി നിങ്ങൾ പ്രാർത്ഥിച്ചത്, എനിക്ക് നീ ഉറങ്ങണം, നിങ്ങൾ കേവലം സ്തുതിച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫാദർ ഉറങ്ങിയല്ലേ, ഇനി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കടന്ന് ഉറങ്ങുമ്പോൾ അന്ന് രാത്രി എൻ്റെ പിതാവ് ദൈവദൂതന്മാര് ഭവനത്തിലേക്ക് വന്നു. മക്കളെ, എഴുന്നേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവത്തോട് സ്തുതിക്ക്, ദൈവം ഒരു കാര്യം ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് അറിയില്ല ദൈവമേ ദൂതന്മാരിനെ എന്തിനയച്ചു. പലപ്പോഴും എൻ്റെ പിതാവ് ദൂതന്മാര് ഞങ്ങളെല്ലാ കുടുംബത്തിലിരുന്ന് അന്യഭാഷ സംസാരിച്ച് ആരാധിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു ചർച്ചിന്റെ ഡിനോമിനേഷൻ അറിയില്ല, ഒരു വിഭാഗം അറിയില്ല. ഈ വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആ വചനം അറിയാം. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് അന്യഭാഷ തന്നു, അത് ഞങ്ങൾക്കറിയാം. ഇത് മാത്രം ഞങ്ങൾ ആ ഭവനത്തിലായിരുന്നു പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് രാത്രിയിലോ എൻ്റെ പിതാവ് പറഞ്ഞ്, ഇന്ന് രാത്രി ദൂതന്മാർ ഇവിടെ ഉണ്ട്, രാവിലെ 6 മണിക്ക് അവർ പോകത്തുള്ളൂ, എന്നെ പറ്റോ വേറൊന്നിനും നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ നിർത്തി ഞങ്ങൾ കിടക്കാൻ പോയി. അനിയത്തി എന്നെ വിളിച്ചു പറഞ്ഞ്, ഡാഡി എന്നോട് പറഞ്ഞ് കട്ടിലിൻ്റെ അടുത്ത് 2 കസേര കൊണ്ട് വെക്ക്, ദൂതന്മാർ ഇവിടെ തന്നെ ഇരിക്കും രാവിലെ 6 മണി വരെ എന്ന് പറഞ്ഞ്. സ്തോത്രം. എൻ്റെ അനിയത്തി കസേരകൾ കൊണ്ട് തൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് വെച്ചു. രാവിലെ 5 മണിക്ക് താൻ യഥാവിധി പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റു. പ്രാർത്ഥിച്ചു, തന്റെ ബെഡ് എല്ലാം മടക്കി ഒരു സൈഡ് വെച്ച് താൻ പറഞ്ഞ്, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൂതന്മാർ 6 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് എല്ലാം റെഡിയായി കുളിച്ച് നല്ല ഡ്രസ് ഇട്ട് കറക്റ്റ് 6 മണിയായപ്പോൾ താൻ ഒരു സിമ്പിളായി അമ്മേനെ വിളിച്ച് അമ്മയുടെ മടിയിലോ വീണ് തന്റെ ജീവന് കർത്താവിലേക്ക് ഏൽപ്പിച്ചതായി സംഭവിച്ചു. സ്തോത്രം. എല്ലാവരും അന്ന് രാത്രി എന്തിനാ ഈ ദൈവദാസനും കസേര ബെഡിന്റെ തൊട്ടടുത്ത് ഇടിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ അമ്മയോ അനിയത്തോ അവർക്ക് ഇനിയായിരുന്നു ദൂതന്മാർ വന്നിരിക്കുന്നു, അവർ രാവിലെ 6 മണിക്കേ പോകത്തുള്ളൂ. 6 ഡാഡി അനുവദിച്ചില്ല. അതേ പ്രകാരം 6 മണിയായപ്പോ ദൂതന്മാർ കരങ്ങളിൽ താൻ പ്രസംഗിച്ചതുപോലെ സ്വർഗത്തിലെ പിതാവിന്റെ അടുത്ത് എൻ്റെ പിതാവ് എത്തിച്ചേർന്ന് ഇടുവായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് എന്ത് വാഗ്ദത്തം ചെയ്തോ അതെല്ലാം നിറവേറ്റുവാന് സർവശക്തൻ. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു നാള് ലജ്ജിച്ചു പോകുകയില്ല. അവരുടെ മുഖങ്ങൾ പ്രകാശിക്കൂ തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ അന്ധകാരം മാറുവാന് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്താണോ എനിക്കറിയില്ല. ഒരു പക്ഷേ പണമായിരിക്കും, ഡോക്ടർമാരായിരിക്കും, അല്ല ശ്രേഷ്ഠന്മാരെ നിങ്ങൾ ആശ്രയിച്ച ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് വിടുതലില്ല. ജീവിച്ച് ഇന്നും ക്രിയ ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവിൻ്റെ അടുക്കൽ വരിക. യേശു നിങ്ങളെ അനുഗ്രഹിക്കൂ, നിങ്ങളെ വിടുവിക്കൂ. പ്രത്യാശയോടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.